ഉപദേശങ്ങൾ പാർട്ട് 2. നാം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു അവനെ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് സ്നാനപ്പെടുവാനുള്ള യോഗ്യത ലഭ്യമാകുന്നു. ഫിലിപ്പോസും ഷണ്ണനും തേരിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളം കണ്ട് നിർത്തി ഏറ്റതായി അപ്പോസ്തല പ്രവൃത്തി 8:33 മുതലുള്ള വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് പ്രചരിക്കപ്പെടുന്നതായ തളിപ്പ് സ്നാനം ദൈവസമൂഹത്തിൽ സ്വീകാര്യമല്ല എന്ന സത്യം ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിച്ച് ക്രിസ്തുവിനെ അനുകാരികളാകാൻ ഇച്ഛിക്കുന്ന നാം കർത്താവിൻ്റെ പാത പിന്തുടരണം. അതുപോലെ നാം ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് സ്നാനമേൽക്കണമെന്ന് റോമറിൽ കാണപ്പെടുന്നു. ആയതിനാൽ തന്നെ ജ്ഞാനം ഗ്രഹിക്കുവാൻ പ്രാപ്തരല്ലാത്ത ശിശുക്കളെ സ്നാനമേൽപ്പിക്കുന്നതും യഥാർത്ഥ ദൈവമക്കൾക്ക് ചേർന്നതല്ല. കർത്താവായ മശിഹ നമുക്ക് കാട്ടിത്തന്ന വഴിയിലൂടെ യാത്ര ചെയ്തു അവൻ്റെ അനുഗാമികളായ നാം സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നാഥൻ നമുക്കായി നൽകുന്നു. യേശു സ്നാനമേറ്റ് കയറിയ ഉടനെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ പ്രാവെന്ന രൂപത്തിൽ വന്നുവെന്ന് മത്തായി 3:16 വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മെ ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് നാഥൻ്റെ ഇഹലോകവാസം കഴിഞ്ഞ് സ്വർഗ്ഗാരോഹണം ചെയ്ത സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പ്രാണപ്രിയൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാൻ പോയാൽ നിങ്ങളെ നടത്തുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും. അത് നിങ്ങളെ സത്യത്തിൽ വഴി നടത്തും. കർത്താവിനെ അനുസരിക്കുകയും അവനായി പ്രത്യാശിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ ദൈവം പരിശുദ്ധാത്മാവെന്ന ദാനത്തെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. യോഹന്നാൻ 3:34 വചനത്തിൻ്റെ അവസാന ഭാഗങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അവൻ ആത്മാവിനെ അളവ് കൂടാതെ അല്ലയോ നൽകുന്നത്. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഓരോ ദൈവമക്കൾക്കും താൻ തൻ്റെ ആത്മാവിനെ പകരപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളവർ സത്യത്തിൽ നടക്കുകയും ഈ ലോകശക്തിയുടെ മേൽ അധികാരം പ്രാപിക്കപ്പെടുന്നവരുമായിരിക്കും. പരിശുദ്ധാത്മാവെന്ന അച്ചാരം ലഭിച്ച സഭയോട് ഏകീഭവിച്ച നാം അപ്പോസ്തലന്മാരുടെ അഥവാ സഭാ പുരോഹിതന്മാരുടെ ഉപദേശം കൈക്കൊള്ളണം. പിതാവിൽ നിന്ന് പുത്രൻ പ്രാപിച്ച് സഭാ പുരോഹിത വർഗത്തിന് നൽകപ്പെട്ടതാണ് അപ്പോസ്തലിക ഉപദേശങ്ങൾ. 2 തിമോഥെയോസിന്റെ ലേഖനം 3:16 വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്ന വചനഭാഗം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിന് വളരെയധികം പ്രാധാന്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. നാം ദൈവസന്നിധിയിൽ ന്യായീകരിക്കപ്പെട്ടവനായി അപ്പോസ്തലിക ഉപദേശങ്ങൾ കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. സഭയിലെ ഉപദേശം എപ്രകാരമാണെന്ന് ശരിയായ ബോധം ഒരു ദൈവ പൈതലിന് ഉണ്ടാകണം. അന്ത്യകാലത്ത് സകലവിധ ദുരുപദേശങ്ങളും വെളിപ്പെട്ടു വരും. എന്നാൽ ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന ദൈവിക ഉപദേശങ്ങൾ ഇന്നതെന്ന് തിരിച്ചറിയുവാനുള്ള കാഴ്ചപ്പാട് കർത്തൃ സമൂഹത്തിൽ ഉണ്ടാകണം.